ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്മണ്ട് സ്പെൻസറുടെ പോമായിട്ടുള്ള എപ്പിത്തലാമിയോൺ എന്ന് പറയുന്ന വർക്കാണ്. ആദ്യം തന്നെ എപ്പിത്തലാമിയോണിൽ പറയുന്നത് എലിസബത്ത് ബോയിലെയെ 1594 സ്പെൻസർ മാരേജ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ്. എപ്പിത്തലാമിയോൺ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ബ്രൈഡ്സ് ചാമ്പർ എന്നുള്ള അർത്ഥമാണ്, അതായത് ബ്രൈഡിൻ്റെ റൂമിൽ എന്നുള്ള അർത്ഥം. ഈ ഒരു പോമിൽ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഹോണറായിട്ടാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. പോമെന്ന് പറഞ്ഞാൽ 24 സ്റ്റാൻസസ് ആണ് വരുന്നത്. 24 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തിലെ 24 മണിക്കൂർ എന്നുള്ള അർത്ഥമാണ്. ഓരോ സ്റ്റാൻസിലും 18 or 90 ലൈൻസ് ആണ് വരുന്നത്. അതായത് 15th ലാസ്റ്റ് സ്റ്റാൻസിലും 17 and 7 ലൈൻസ് ആണ് വരുന്നത്. 433 ലൈൻസാണ് ഈ ഒരു പോമിലുള്ളത്. അതിൽ 365 ലൈൻസ് എന്ന് പറയുന്നത് ലോങ് ലൈൻസാണ്. അത് ഇയറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നീട് 68 ഷോർട്ട് ലൈൻസാണ് ഉള്ളത്. സ്പെൻസർ ഈ ഒരു പോമിൽ മാരേജിലെ ഫ്രൂട്ട്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് കൺക്ലൂഡിംഗ് ആയിട്ട് പ്രേ ചെയ്തിട്ട് ബ്രൈഡിനെയും ഗ്രൂമിനെയും പ്രൈവറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് മീനിങ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ സ്പെൻസർ പറയുന്നത് മ്യൂസസിനോട് ഒരു ഇൻസ്പിറേഷനും അതുപോലെ ഹെൽപ്പും ചോദിക്കുകയാണ്. അതായത് ഓർഫസ് തൻ്റെ ബ്രൈഡിനെ സ്തുതിച്ചതുപോലെ സ്പെൻസറുടെ ബ്രൈഡിനെ സ്തുതിക്കാൻ സ്പെൻസറെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹം മ്യൂസസിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയറ്റ് മ്യൂസസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത് തൻ്റെ ബിലവഡിൻ്റെ റൂമിൽ പോയിട്ട് ഇന്ന് വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് നേരത്തെ. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയറ്റ് മ്യൂസസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത് തൻ്റെ ബ്രൈഡിൻ്റെ ചാമ്പറിൽ പോയിട്ട് ഇന്ന് വെഡ്ഡിങ് ഡേ ആണെന്ന് ഓർമ്മപ്പെടുത്താൻ പറയുകയാണ്. അതുപോലെ ഗോഡ് ഓഫ് മാരേജ് ആയിട്ടുള്ള ഹൈമൺ ഓൾറെഡി വേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബ്രൈഡ് വേക്കപ്പ് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെഡ്ഡിങ് കഴിയലോട് കൂടി തൻ്റെ പാസ്റ്റിലുണ്ടായിട്ടുള്ള എല്ലാ പെയിൻസും ഇല്ലാതാവണമെന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റാൻസയിലെ പോയറ്റ് ന്യൂസസിനോട് പറയുകയാണ് എല്ലാ ന്യൂസിനെയും തൻ്റെ മാരേജ് പ്രൊസഷന് വേണ്ടിയിട്ട് ബ്രിങ് ചെയ്യാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രൈഡൽ ചാമ്പറിനെ ലീഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഫ്രാഗ്നൻറ്റ് ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു പാത്ത് വേണമെന്ന് പറയുകയാണ്. അതുപോലെ ബ്രൈഡിനെ അവേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറിൽ പോയിട്ട് ഒരു സോങ് കണ്ടക്ട് ചെയ്യാൻ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഫോർത്ത് സ്റ്റാൻസയിൽ പോയിട്ട് ന്യൂസിനെ ഗൈഡൻസ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഈ ഒരു വെഡ്ഡിങ് ഡേ പെർഫെക്റ്റ് ആക്കേണ്ടത് നിംസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോൺസിൻ്റെയും ലൈക്കിൻ്റെയും നിംസിനോട് അദ്ദേഹം വാട്ടർ ക്ലിയർ ആണെന്ന് ഷുവർ ആക്കാനും അതുപോലെ ലൈവില് ഫിഷസ് ടച്ച് ചെയ്യരുതെന്ന് ഉറപ്പ് വരുത്താനും അദ്ദേഹം പറയുന്നുണ്ട്. മൗണ്ടെയ്ൻസിൻ്റെയും വുഡ്സിൻ്റെയും നിംസിനോട് അദ്ദേഹം ചെന്നായകൾ ബ്രൈഡ്സിൽ നിന്ന് അകന്നു നിൽക്കാൻ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് സ്റ്റാൻസയിൽ പോയിട്ട് ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്യുകയാണ്. അതായത് ഓൾറെഡി സൺറൈസ് ചെയ്തിട്ടുണ്ട്, തൻ്റെ ബ്രൈഡിനോട് വേക്കപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ബേർഡ്സൊക്കെ സിങ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണത്താൽ വെഡ്ഡിങ് ഡേ മെമ്മറബിൾ ആൻഡ് ജോയസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സിക്സ്ത് സ്റ്റാൻസയിൽ പോയിട്ട് പറയാണ് തൻ്റെ ബിലവഡ് ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. അവളുടെ ഐസ് എന്ന് പറയുന്നത് ഡാർക്ക് ക്ലൗഡ്സ് പോലെ ഡിം ആയിട്ടിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ അത് ഷൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഈവനിങ് സ്റ്റാർ ആയിട്ടുള്ള ഹെസ്പെറസിനേക്കാൾ ബ്രൈറ്റാണ് അവളുടെ ഐസ് എന്ന് പറയുകയാണ്. അത് വീനസിൻ്റെ 3 അറ്റൻഡൻസിനോട് അവരുടെ ബ്രൈഡിനെ അറ്റൻഡ് ചെയ്യാൻ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഡേയ്സിലെ ഹവേഴ്സിനോടും നൈറ്റ്സിനോടും സീസൺസിനോടും അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സെവൻത്ത് സ്റ്റാൻസയിൽ ബ്രൈഡ് റെഡി ആയെന്നും ഗ്രൂംസ്മെന് ഗ്രൂമിനെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായെന്നും പറയുന്നുണ്ട്. ഇതിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സണ്ണിനോട് ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യാനും പക്ഷേ കൂടുതൽ ചൂടാവരുതെന്നും അത് തൻ്റെ ബ്രൈഡിൻ്റെ സ്കിന്ന് ബേൺ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോയട്രിയുടെ ഗോഡും അതുപോലെ സണ്ണിൻ്റെ ഗോഡുമായിട്ടുള്ള ഫീബസിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് വർഷത്തിലെ ഈ ഒരു ദിവസം തനിക്ക് തരണമെന്നും ഇനിയുള്ള ദിവസങ്ങൾ തനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണമെന്നും അദ്ദേഹം ഈ ഒരു ഫീബസ് ഗോഡിനോട് പറയുന്നുണ്ട്.
എയ്ത്ത് സ്റ്റാൻസ ബിഗിൻ ചെയ്യുന്നത് തന്നെ മ്യൂസിക് പ്ലേ ചെയ്യുകയും അതുപോലെ സിങ് ചെയ്യുന്ന ഗായകന്മാരോട് കൂടിയാണ്. വുമൺസ് അവരുടെ ഉപകരണങ്ങൾ പ്ലേ ചെയ്യുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബോയ്സസ് സ്ട്രീറ്റിലൂടെ പാട്ട് പാടി വെഡ്ഡിങ് സോങ് പാടി ഓടുന്നുണ്ട്. അതുപോലെ കരയുന്നവരെ ആൺകുട്ടികൾ ഈ ഒരു വെഡ്ഡിങ് സോങ്ങിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. 9th സ്റ്റാൻസയിൽ പോയിട്ട് ബ്രൈഡിൻ്റെ ഫേസിലേക്ക് നോക്കുന്ന സമയത്ത് അവൾ ഗ്രേസ്ഫുൾ ഫേസ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈസ്റ്റ് ചാമ്പറിൽ നിന്ന് അപ്പിയർ ചെയ്യുന്ന മൂൺ ഗോഡായിട്ടുള്ള ഫീബയുമായിട്ട് അവളെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിലെ അവളെ ബെസ്റ്റ് വേർജിൻ ആണെന്നും വൈറ്റ് ഡ്രസ്സ് അവൾക്ക് വളരെയധികം ആപ്റ്റ് ആണെന്നും അവളെ കാണാൻ ഏഞ്ചലിനെ പോലെ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ നോട്ടത്തെ അവൾ അവോയ്ഡ് ചെയ്യുകയും പ്രൈസ് സോങ്ങുകളെ അവളെ ലജ്ജിക്കുകയും ചെയ്യുന്നുണ്ട്. 10th സ്റ്റാൻസയിൽ പോയിട്ട് മെർച്ചൻസിൻ്റെ ഡോട്ടേഴ്സിനോട് ടൗണിൽ ഇത്രയും ഫെയറി ലൈക്ക് ക്രിയേച്ചർ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഫെയറി എന്ന് പറയുന്നത് വളരെ സ്വീറ്റായിട്ടുള്ള നല്ല സൗമ്യമായിട്ടുള്ള ക്യാരക്ടറും അതുപോലെ തന്നെ അവളുടെ ഐസ് എന്ന് പറയുന്നത് നീല കളറിൽ ഷൈൻ ചെയ്യുന്നതും അവളുടെ ഫോർഹെഡ് എന്ന് പറയുന്നത് ആനക്കൊമ്പ് പോലെ വൈറ്റ് ആണെന്നും അവളുടെ ലിപ്സ് എന്ന് പറയുന്നത് ചെറീസ് പോലെ ആണുങ്ങൾക്ക് കടിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെയാണെന്നും അവളുടെ ചീക്സ് എന്ന് പറയുന്നത് റെഡ് ആപ്പിൾസ് പോലെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വേർജിൻസിന് അവളുടെ ആ ഒരു ബ്യൂട്ടിയിൽ അമേസ് ചെയ്യപ്പെടുന്നു എന്നും മെയ്ഡൻസിന് പാട്ട് പാടുന്ന മെയ്ഡൻസിന് അവളുടെ ബ്യൂട്ടിയിൽ അലിഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാട്ട് മറന്നു പോകുമെന്നും പറയുന്നുണ്ട്. 11th സ്റ്റാൻസയിൽ പോയിട്ട് അവളുടെ ഇൻറ്റേർണൽ ബ്യൂട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അവളുടെ ലവ്ലി സ്പിരിറ്റ് ആയിട്ടുള്ള ഹെവൻലി ഗിഫ്റ്റ് ആയിട്ടുള്ള അവളുടെ സ്വീറ്റ് ലവ്, ചേസിറ്റി, ഫെയ്ത്ത്, ഹോണർ ആൻഡ് മോഡസ്റ്റി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. 12th സ്റ്റാൻസയിൽ പോയിട്ട് പറയണത്, അതായത് തൻ്റെ ബിലവഡ് ടെമ്പിളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ടെമ്പിളിൻ്റെ ഡോറ് വൈഡായിട്ട് ഓപ്പൺ ചെയ്യണമെന്നും ആ ഡോറിൽ പോസ്റ്റേഴ്സ് കൊണ്ട് അലങ്കരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോയിട്ട് പറയാണ് ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഹോളി പ്ലേസിൽ എപ്പോഴും അനുസരണ പഠിക്കണമെന്നും വേർജിൻസിനോട്, അതായത് ഈ കന്യകമാരോട് അദ്ദേഹം ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. 13th സ്റ്റാൻസയിൽ ബ്രൈഡ് അൾത്തറിന് മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് പ്രീസ്റ്റ് തൻ്റെ 2 കൈകൾ ഉയർത്തിയിട്ട് അവളെ ബ്ലെസ് ചെയ്യുകയും പ്രേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ചീക്സ് എന്ന് പറയുന്നത് റെഡ് റോസസ് പോലെ ബ്ലഷ് ചെയ്യുകയും അതുപോലെ അവളെ ഐസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് താഴ്മയോടുകൂടി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. 14th സ്റ്റാൻസയിൽ റിലീജിയസ് സെറിമണിയുടെ എൻഡാണ് കാണിക്കുന്നത്. അതുപോലെ പോയിട്ട് പറയാണ് അറ്റൻഡൻസിനോട് തൻ്റെ ബ്രൈഡിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ സാഹചര്യങ്ങളുടെ വിജയവും അതുപോലെ തന്നെ തൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ മഹത്വവും ബ്രൈഡിനെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഹോളിഡേ ആയിട്ടുള്ള ഈ ഒരു ദിവസം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പിന്നീട് അദ്ദേഹം ഈ ഒരു ഹോളിഡേയിൽ മറ്റുള്ളവർക്ക് വിരുന്നൊരുക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അറ്റൻഷന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗോഡ് ഓഫ് ചർച്ചിൽ നിന്നും ഗോഡ് ഓഫ് വൈൻ ആയിട്ടുള്ള ബാക്കസിലേക്ക് അദ്ദേഹം നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് ചെയ്യുന്നത്. 15th സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് യങ് മൻസ്, ടൗണിലെ യങ് മൻസിനോട് ഈ ഒരു ഹോളിഡേയിൽ ബെല്ല് റിങ്ങിങ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഡേ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആവുന്നുണ്ട്. അതുപോലെ പോയറ്റിന് വളരെയധികം സാഡ് ആവുന്നുണ്ട്. കാരണം ഈ ഒരു വെഡ്ഡിങ് നടക്കുന്നത് സമ്മറിലായതുകൊണ്ട് തന്നെ ഡേ ലോങ്ങും അതുപോലെ നൈറ്റ് എന്ന് പറയുന്നത് ഡിലേ ആവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 16th സ്റ്റാൻസയിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം, അതായത് ഡേ എന്ന് പറയുന്നത് വളരെ ലോങ് ആണെന്ന്. പിന്നെ അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുള്ളത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഈവനിങ് സ്റ്റാറിനെയാണ്. ഈ ഒരു ഈവനിങ് സ്റ്റാറിനോട് അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ടൈം പാസ് ചെയ്യിപ്പിക്കാനും അതുവഴി ബ്രൈഡിനും ഗ്രൂമിനും ഈ ഒരു മാരേജ് കൺസ്യൂമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 17th സ്റ്റാൻസയിൽ പോയിട്ട് അറ്റൻഡൻസിനോടും സിംഗേഴ്സിനോടും ഡാൻസേഴ്സിനോടും ഈ ഒരു വെഡിൽ നിന്ന് ലീവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്
അദ്ദേഹത്തിൻ്റെ ബ്രൈഡിനെ തൻ്റെ ബെഡിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോയറ്റിന് വളരെയധികം ആഗ്രഹമുണ്ട് തൻ്റെ ബ്രൈഡിൻ്റെ കൂടെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാൻ. സ്യൂസ് ഹെർമസിൻ്റെ ഫാദറായിട്ടുള്ള മായയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ അദ്ദേഹം കമ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 18th സ്റ്റാൻസയിലെ ലോങ് ഡേക്ക് ശേഷം അദ്ദേഹം നൈറ്റിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നൈറ്റിനോട് തനിക്ക് പ്രൈവസി വേണമെന്നും ഒരു സൈലൻസ് അവരുടെ ഇടയിൽ വേണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു കപ്പിൾസിനെ ആരും കാണാതിരിക്കാൻ ഈ നൈറ്റിൻ്റെ വിങ്സ് അവരുടെ മേൽ വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 19th സ്റ്റാൻസയിൽ പോയിട്ട് പ്രേ ചെയ്യുന്നത് അകത്തോ പുറത്തോ യാതൊരു വിലാപങ്ങളും തൻ്റെ ബ്രൈഡിൻ്റെ ഇടയിൽ ഉണ്ടാവരുതെന്നും അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പ്രേ ചെയ്യുന്നത് ഡെമൺസിനും എവിൽ സ്പിരിറ്റുകളും തൻ്റെ ബെഡിലേക്ക് കയറരുതെന്നും അദ്ദേഹം പ്രേ ചെയ്യുന്നുണ്ട്. 20th സ്റ്റാൻസയിലെ എവിലിൽ നിന്ന് കപ്പിൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ സൈലൻസ് ആണ് ബെസ്റ്റ് എന്നും പറയുന്നുണ്ട്. പോയിട്ട് ഇതിൽ പ്രോപ്പർ ടൈമിൽ സ്ലീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലവ് കപ്പിൾസിനോട് തൻ്റെ ബെഡിന് ചുറ്റും ഫ്ലൈ ചെയ്യാനും അദ്ദേഹം 21st സ്റ്റാൻസയിൽ പോയിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് വിൻഡോയിലൂടെ മൂൺ പീപ്പിങ് ചെയ്യുന്നതും അദ്ദേഹം മൂണിനോട് ചോദിക്കുകയാണ്, അതായത് തൻ്റെ ബ്രൈഡിൻ്റെ വോമ്പ് ഈ ഒരു നൈറ്റ് ഫെർട്ടൈൽ ആക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 22nd സ്റ്റാൻസയിൽ പോയിട്ട് ഗോഡസിനോട് ബെസ്റ്റ് കപ്പിൾസ് ആവാനും അവരുടെ ഇടയിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാനും അതുപോലെ ഒരു സാക്രഡ് ബോണ്ട് ആൻഡ് സ്ട്രോങ് ആക്കാനും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 23rd സ്റ്റാൻസയിൽ പോയിട്ട് പറയാണ് അവരുടെ ഇടയിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാനും അതുപോലെ ലാർജ് പോസ്റ്റെറിറ്റി ഉണ്ടാവാനും പ്രേ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 24th സ്റ്റാൻസയിൽ പോയിട്ട് ഈ ഒരു പോംബ് ക്ലോസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രൈഡിൻ്റെ മെമ്മോറിയൽ ആൻഡ് ഡെക്കറേഷൻ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു പോംബ് എൻഡ് ചെയ്യുന്നത്.